പത്മജ ബി.ജെ.പിയിൽ എത്തിയതോടെ പ്രവർത്തകരും നേതാക്കളും ആവേശത്തിലാണ്. സത്യം പറഞ്ഞാൽ കോൺഗ്രസിലെ തലതൊട്ടപ്പന്റെ മകളെ തന്നെ ഇരയായി കിട്ടിയതിന്റെ ആഘോഷ തിമിർപ്പിലാണ് പാർട്ടി ഇന്ന്. ഇതുവരെ പത്മജയുടെ പാർട്ടി പ്രവേശനത്തിൽ പ്രതികരിക്കാതിരുന്ന ബി.ജെ.പി നേതാവ് അനിൽ ആന്റണി പ്രതികരണവുമായി എത്തിയിരിക്കുകയാണ്. നേതാവിന്റെ വാക്കുകൾ ഇങ്ങനെയായിരുന്നു: രാഹുൽ ഗാന്ധി നയിച്ചു തുടങ്ങിയതിനു ശേഷം കോൺഗ്രസ് പാർട്ടിയുടെ പോക്ക് ശരിയല്ലെന്ന് പറഞ്ഞാണ് താൻ പാർട്ടി വിട്ടത്. താനും പത്മജിയും ചില ഉദാഹരണങ്ങളാണ്. കോൺഗ്രസ് വിട്ടുപോയവരിൽ 1/2 ഡസനോളം മുൻ മുഖ്യമന്ത്രിമാർ, 2 ഡസനോളം വരുന്ന മുൻ കേന്ദ്രമന്ത്രിമാർ അടക്കമുണ്ട്. രാഹുൽ ഗാന്ധിയും ചുറ്റുമുള്ള ഉപജാപക സംഘവും ചേർന്ന പാർട്ടിയായി കോൺഗ്രസ് ഇന്ന് മാറിക്കഴിഞ്ഞു. ഇവരാണ് ഇന്ത്യ സഖ്യമുണ്ടാക്കി രാജ്യത്തെ ഏറ്റവും വലിയ നേതാവായ നരേന്ദ്രമോദിക്കെതിരെ പോരാടാൻ ശ്രമിക്കുന്നത്. ജനങ്ങൾക്ക് വ്യക്തമായി മനസ്സിലായി കഴിഞ്ഞു, ദേശീയ തലത്തിൽ മോദിയും ബി.ജെ.പിയും അല്ലാതെ വേറെയൊരു ഓപ്ഷൻ ഇല്ലെന്ന്. കേരളത്തിലും പാർട്ടി വളർന്നു തുടങ്ങിയിട്ടുണ്ട്. ഇന്നല്ലെങ്കിൽ നാളെ നമ്മൾ ഒന്നാമത്തെ പാർട്ടിയായി മാറും. പി.സി. ജോർജിനെ പോലുള്ള വലിയ നേതാക്കൾ പാർട്ടിയിലേക്ക് വരുന്നുണ്ട്. ഈ തെരഞ്ഞെടുപ്പ് കൂടി കഴിയുന്നതോടുകൂടി കേരളത്തിൽ കോൺഗ്രസ് തവിടുപൊടിയാകും. 2014-ലും 2019-ലും രാഹുൽ ഗാന്ധി നയിച്ച കോൺഗ്രസ് പാർട്ടിയെ ജനം ചവറ്റുകൊട്ടയിൽ എറിഞ്ഞു. അതിനേക്കാൾ വലിയ പരാജയമാണ് കോൺഗ്രസിനുണ്ടാവുക. ബി.ജെ.പിക്ക് 370-ന് മുകളിലും എൻ.ഡി.എക്ക് 400-ന് മുകളിലും സീറ്റുകൾ ലഭിക്കും. വയനാട്ടിൽ രാഹുലിനെതിരെ പത്മജ മത്സരിക്കുമെന്നൊക്കെ അഭ്യൂഹങ്ങൾ ഉണ്ടാക്കുന്നത് ഈ പാർട്ടിയെ കുറിച്ച് അറിയാത്തവരാണ്. കേന്ദ്ര തെരഞ്ഞെടുപ്പ് സമിതി തീരുമാനിക്കും സ്ഥാനാർത്ഥികളെ. അപ്പോൾ മാത്രമാണ് സ്ഥാനാർത്ഥികൾ ആരെന്ന് ബാക്കിയുള്ളവർ അറിയുകയുള്ളൂവെന്നാണ് അനിൽ ആന്റണി ഈ വിഷയത്തിൽ പ്രതികരിച്ചുകൊണ്ട് തുറന്നടിച്ചത്. ഏതായാലും ആരൊക്കെ എന്തൊക്കെ പറഞ്ഞാലും പത്മജിയെ വീഴ്ത്താനുള്ള എല്ലാ പദ്ധതികളും കെ മുരളീധരൻ അണിയറയിൽ തയ്യാറാക്കുന്നുണ്ട്. തെരഞ്ഞെടുപ്പിൽ പാർട്ടി ഏൽപ്പിച്ച ദൗത്യം ഏറ്റെടുക്കുമെന്നും ബി.ജെ.പിയെ 3-ാം സ്ഥാനത്തേക്ക് തള്ളിവിടുമെന്നും മുതിർന്ന കോൺഗ്രസ് നേതാവും എം.പിയുമായ കെ മുരളീധരൻ പറഞ്ഞിരിക്കുകയാണ്. ഒരിടത്തും അവർ 2-ാം സ്ഥാനത്തേക്ക് എത്തരുത്. കേരളത്തിൽ അവർക്ക് നിലം തൊടാൻ കഴിയില്ലെന്നും മുരളീധരൻ ചൂണ്ടിക്കാട്ടി. പത്മജിയെ മുൻനിർത്തി പ്രചരണം നടത്തിയാൽ ബി.ജെ.പിക്ക് സുഖമായി 3-ാം സ്ഥാനത്തേക്ക് പോകാമെന്നും മുരളീധരൻ പരിഹസിക്കുന്നുണ്ട്. കരുണാകരനെ വിട്ടുകൊടുക്കില്ലെന്നും അദ്ദേഹം കോൺഗ്രസിന്റെ സ്വത്താണെന്നും കരുണാകരന്റെ ആത്മാവിനെ പോലും സംഘി പതാക പതിപ്പിക്കാൻ അനുവദിക്കില്ലെന്നുമായിരുന്നു അദ്ദേഹത്തിന്റെ പ്രതികരണം. അതേസമയം പത്മജ വേണുഗോപാൽ ബി.ജെ.പിയിലേക്ക് പോയതിനു പിന്നിൽ ചരടു വലിച്ചത് മുൻ ഡി.ജി.പി ലോക്നാഥ് ബെഹ്റയാണെന്ന വെളിപ്പെടുത്തലും മുരളീധരൻ നടത്തിയിട്ടുണ്ട്. പിണറായിയുമായും മോദിയുമായും ബന്ധമുള്ള ലോക്നാഥ് ബെഹ്റയാണ് പിന്നിൽ. കെ കരുണാകരൻ മുഖ്യമന്ത്രിയായിരുന്നപ്പോൾ ബെഹ്റ എറണാകുളം സിറ്റി പോലീസ് കമ്മീഷണറാണ്. അന്ന് അദ്ദേഹം വീട്ടിൽ നിത്യ സന്ദർശകനായിരുന്നു. നല്ല ബന്ധവുമുണ്ട്. ഈ ബന്ധം അദ്ദേഹം മുതലെടുത്തുവെന്നാണ് മുരളീധരൻ പറയുന്നത്. ഏതായാലും പത്മജ ബി.ജെ.പിയിൽ എത്തിയത് എന്തു കണ്ടിട്ടാണെന്ന് ലോക്സഭാ തെരഞ്ഞെടുപ്പ് കഴിയുന്നതുവരെ കാത്തിരിക്കേണ്ടി വരും.